ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം നമ്മളുടെയൊക്കെ ബുദ്ധിയല്ല ഇതിനകത്ത്. ഭയങ്കര ബുദ്ധിയുള്ളവരാണ് അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഇതിനകത്ത് ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കുറച്ച് സ്ത്രീകൾ തന്നെയാണ്. ഇവളെ കൊണ്ടുവന്ന സിദ്ദിഖായിരുന്നു, ലക്ഷ്മിപ്രിയ. സിദ്ദിഖാണ് നിർത്തിയത്. അന്ന് ഇലക്ഷൻ്റെ സമയത്ത് അത് പറയുമ്പോൾ ഞങ്ങളാരും വിശ്വസിച്ചില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സിദ്ദിഖ് തന്നെ പറഞ്ഞു, സിദ്ദിഖ് തന്നെ സമ്മതിച്ചു. അപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി അല്ലല്ലോ. ലക്ഷ്മിപ്രിയ അല്ലെങ്കിൽ മറ്റേ ഒരു 1-2 പേര് ഇതിനകത്ത് ഇപ്പോൾ നിന്നിട്ട് ജയിച്ചില്ല. അവരൊക്കെ എന്താണെന്നൊന്ന് വർത്തമാനം പറഞ്ഞാൽ തന്നെ മനസ്സിലാകുന്ന ആളുകളാണ്. ഒരിക്കലും ഒരു ശ്വാസം മുട്ടുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആകെ മോഹൻലാലിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തപ്പോൾ മോഹൻലാൽ ഇങ്ങനെ ഭയങ്കര കമൻറ്റ് പാസ്സാക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. പ്രജ ചെയ്തപ്പോൾ ഞാൻ ലാലേട്ടനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലാലേട്ടൻ ചോദിച്ചു, എന്താ ജോളി, എന്താ പ്രശ്നമാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പാസ്സാക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് അപ്സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ കുട്ടികൾക്ക് എത്രത്തോളം അത് ബുദ്ധിമുട്ട് വരും. അത് ജനാർദ്ദൻ സാറ് ഒരു ക്യാരക്ടർ എഴുതി വെച്ചിട്ട് അത് എന്നെ കിട്ടുവാണെങ്കിലേ ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനം എടുത്ത് അത്രയും വലിയൊരു ഡയറക്ടർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ കൺട്രോളർമാർ ചിലപ്പോൾ നമ്മളെ വിളിക്കണമെന്നില്ല, അവർ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. പുള്ളി തന്നെ എന്നിട്ട് എന്നെ നേരിട്ട് വിളിച്ച്, ഞാൻ ഇവിടുന്ന് കുമരകം വഴി പോകുമായിരുന്നു എറണാകുളത്തിന്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോളിയെ കിട്ടുന്നില്ലെന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സാർ ഞാൻ അതിന് മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ കൊടുത്തി വസുന്ധര മെഡിക്കൽസൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ സാർ? അന്നേരം പറഞ്ഞു, ഇന്ന പോലെ ഒരു വേഷമുണ്ട്, ഗ്ലാമർ വേഷമല്ല. ഞാൻ പറഞ്ഞു, ഗ്ലാമർ നമുക്ക് വിഷയമേ അല്ല, നമ്മളങ്ങനെ ഞാനങ്ങനെ പൊതുവേ ഗ്ലാമറിൻ്റെ പുറകെ നോക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ പറഞ്ഞു, സാർ അന്നേരം പറഞ്ഞൊരു സന്യാസിനാണ്, ജടയെല്ലാം കെട്ടി ഒരു ഇങ്ങനെ കുറ്റവും നുണയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കള്ളു കുടിക്കുന്ന, വീടി വലിക്കുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാം, ജോളി ചെയ്യുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാം സാർ. അപ്പോൾ പറഞ്ഞു, സാരി. ഞാൻ പറഞ്ഞു, വേണ്ട സാർ, ഒരു അമ്പലവാസിയായിട്ടാണെങ്കിൽ ഇച്ചിരി പ്രായമുള്ള ക്യാരക്ടറാണ്, സാരി വേണ്ട, മുണ്ടും ബ്ലൗസും ഉടുക്കട്ടെ എന്ന് ചോദിച്ചു. ജോലി തയ്യാറാണെങ്കിൽ എനിക്കൊരു വിരോധം ഇല്ലെന്ന് പറഞ്ഞു. ആ സീരിയൽ ഓരോ സീനും ഞാൻ ചെയ്യുമ്പോൾ സാറിനോട് ഞാൻ, സാറേ അത് അങ്ങനെ ചെയ്യട്ടെ, ഒരു ജോലിക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചെയ്തോളൂ, ഒരു വിരോധം ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് മേക്കപ്പൊക്കെ കഴിഞ്ഞ് നിന്നപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമാണ് സീമ ചേച്ചി, വിശ്വസി സീമ ചേച്ചിയൊക്കെ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ഞാൻ ഒരുങ്ങി നിന്നിട്ട് അപ്പോൾ സീമ ചേച്ചിയോടൊക്കെ പറഞ്ഞിരുന്നു ട്രാക്ക് മാറുമെന്ന്. അപ്പോൾ അത് ആരാ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടി അവർ വന്ന് നോക്കി, വല്ലോ വേറെ ഭാഷയിൽ നിന്ന് വന്നിരിക്കുന്ന നടിയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓർത്ത് ഇവരെന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയി. അത് കഴിഞ്ഞിട്ട് വന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഞാനാന്ന് അറിഞ്ഞു. അന്നേരം പറഞ്ഞു, ഒട്ടും തിരിച്ചറിയുന്നില്ല ജോളി എന്ന് പറഞ്ഞു. അത് എന്നെ ഒരു ബാങ്കിൽ ജോലിയുള്ള ഒരു സ്ത്രീ എന്നെ ട്രെയിനെ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഈ കഥാപാത്രം ചെയ്തു എന്നോട് ആ ഡയറക്ടറുടെ നമ്പറൊക്കെ ചോദിച്ചു, അയാൾ ചീത്ത വിളിക്കാൻ. കാരണം നിങ്ങളെപ്പോലെയൊക്കെ ഉള്ള ഒരാളെ കൊണ്ട് അത്രയും വിരൂപിയായിട്ട് എന്തിനാണ് അഭിനയിപ്പിച്ചത്? അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം അവരുടെ മനസ്സിനകത്ത് എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തിനാണ് ആ വേഷം ചെയ്തത്? ഒരു കള്ളൊക്കെ കുടിച്ച് നടക്കുന്ന ഒരു സന്യാസിനിയായിട്ടല്ലേ. അപ്പോൾ പക്ഷേ എനിക്കത് ഒത്തിരി നന്നായതുപോലെ തോന്നി. അതൊക്കെയാണ് അവാർഡ്, എനിക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ് അതൊക്കെയാണ്. ജനങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് ഓരോന്ന് പറയുമ്പോൾ, അയ്യോ ഇങ്ങനെ നിങ്ങൾ അത് ചെയ്തിങ്ങനെ, അതാണ് വളരെ സന്തോഷം. അപ്പോൾ ഇന്നലെ ഞാനൊരു ജ്വല്ലറി പോയിരുന്നു. അവിടെ ഇതുപോലെ തന്നെ വെളിനാട്ടിൽ എവിടുന്ന് വന്നൊരു കുട്ടി അവരോടി വന്ന് പരിചയപ്പെട്ടു. അതുപോലെ തന്നെ വേറെ നമ്മുടെ അടുത്ത ആൾക്കാർ ഒരു ഫോട്ടോ എടുക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ വേറെ അവാർഡൊന്നും മേടിക്കണ്ട, അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. എനിക്ക് സത്യം ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ചേച്ചി എത്രയോ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊതുവെ പറയും വളരെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ആക്ടറും കൂടെയാണ് ചേച്ചി. ഒരുപാട് ഡിഫറെൻറ്റ് കഥാപാത്രങ്ങൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തേലും ചെയ്തിട്ടും ചേച്ചിക്ക് വേണ്ട ഒരു അപ്രീസിയേഷനോ അല്ലെങ്കിൽ വേണ്ട ഒരു എന്താ പറയാ, ഇതൊന്നും തന്നെ ചേച്ചിക്ക് കിട്ടിയിട്ടില്ല, ഒരു റെക്കഗ്നീഷൻ കിട്ടിയിട്ടില്ല എന്ന് പൊതുവെ പറയാറുണ്ട്. ചേച്ചിനെ ശരിക്കും മലയാള സിനിമ യൂസ് ചെയ്തിട്ടില്ല, ചേച്ചിയുടെ കഴിവിനെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എന്നും ചിലർ പറയുന്നുണ്ട്. കാരണം അതുപോലെ നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിവുള്ള, അത്രയും കപ്പാസിറ്റി ഉള്ള, കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ് ചേച്ചി. അപ്പൊ ചേച്ചിക്ക് അതൊരിക്കലും അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ചിലപ്പോ ഞാനിപ്പോൾ ഒരു പറഞ്ഞാൽ ആളുകൾ സിനിമയില്ലെന്ന് ചോദിക്കും. 10 വർഷത്തിന് മേളിലായി ഞാനൊരു സിനിമ ചെയ്തിട്ട്. 10 വർഷമല്ല, 13 വർഷമായി. 13 വർഷം മുൻപ് എനിക്ക് അമ്മ
അമ്മ സംഘടനയുടെ മീറ്റിങ്ങിൽ വെച്ച് എനിക്ക് എൻ്റെ മോളുടെ ഡെലിവറി കഴിഞ്ഞ് ഇച്ചിരി പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. അതിൻ്റെ അന്ന് രാവിലെ തന്നെ ഞാൻ ഒന്ന് വീണു, എൻ്റെ മുഖം ഒന്ന് പൊട്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്നാലും മീറ്റിങ്ങിന് എന്ത് വന്നാലും മീറ്റിങ്ങിന് പോകാതിരിക്കുകയില്ല. കാരണം മദ്രാസിൽ നിന്നുള്ളവരും എല്ലാവരും വന്ന് നമ്മളൊരു കുടുംബം പോലെ എല്ലാവരുടെ കൂടി കാണാൻ കിട്ടുന്നൊരവസരം. ഞാൻ എപ്പോഴും നാളെ എന്ന് പറഞ്ഞൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല, ഇന്നേ ഉള്ളൂ, നാളെ ഇല്ല, അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞാൻ അങ്ങനെ അവിടെ ചെന്നു. അവിടെ വെച്ച് എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. മരുന്നുകളെല്ലാം നിർത്തിയായിരുന്നു, മരുന്ന് കഴിക്കാതെ കുറേ ദിവസങ്ങളായിട്ട്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കുഴഞ്ഞ് വീണ് കഴിഞ്ഞപ്പോൾ അമ്മയിൽ നിന്ന് എന്നെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അപ്പം തന്നെ സർജറി നടത്തണം എന്ന് പറഞ്ഞു. അതിന് ശേഷം എനിക്ക് ഒരു പടവും എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ വിളിച്ച പടം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 10 മണിക്ക് ഞാൻ അടുക്കളയിൽ എന്തോ ജോലി ചെയ്ത് വെച്ച് ഫോൺ എൻ്റെ കൊച്ചുമാൻ എടുക്കാതിരിക്കാൻ പൊക്കത്തി വെച്ചേക്കുക. ഞാൻ വന്ന് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു കോള് നമ്പർ കിടക്കുന്നു. എപ്പോൾ വിളിച്ചാലും ആര് വിളിച്ചാലും ഞാൻ തിരിച്ചു വിളിക്കും. ആര് വിളിച്ചാലും എനിക്ക് എസ്കോട്ടിൽ തുടങ്ങിയ കാലത്ത് എടുത്തിരിക്കുന്ന നമ്പറാണ്. ഇതുവരെയായിട്ട് ഞാൻ ആ നമ്പർ മാറിയിട്ടില്ല. വേറെ നമ്പറും ഇല്ല എനിക്ക്, ഈ ഒരൊറ്റ നമ്പറേ ഉള്ളൂ. അപ്പം ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ കൺട്രോളർ എന്നോട് പറഞ്ഞു ജോലി ഞങ്ങൾ 10 മിനിറ്റ്. ഞാൻ പറഞ്ഞു 10 മിനിറ്റ് അയാളല്ലേ വിളിച്ചിട്ട്, എന്താണ്? അന്നേരം പറഞ്ഞു മമ്മൂക്കായുടെ കൂട്ടത്തിലൊരു സീനാണ്, പടം പറയുന്നില്ല. അപ്പം എനിക്ക് തോന്നി അത് മമ്മൂക്ക എന്നെ അതിന് മുൻപ് കണ്ടിരുന്നു, അപ്പോൾ മമ്മൂക്ക പറഞ്ഞിട്ട് വിളിച്ചതായിരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ കോട്ടയത്താണ്, ഞാൻ എറണാകുളത്തല്ലല്ലോ താമസിക്കുന്നത്. പക്ഷേ ഞാൻ കോട്ടയത്തായിട്ട് ശേഷം ഞാൻ ഈ പുള്ളിയുടെ തന്നെ പടത്തിന് പോയി അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പോയി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞാൽ വെറുതെ, ഞാൻ കോട്ടയത്താണെന്ന് അറിയാം. ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ മരുമോൻ നല്ല ഫാസ്റ്റായിട്ട് വണ്ടി ഓടിക്കുന്ന കൊടുത്തില്ല. അവൻ പറഞ്ഞു 10 മിനിറ്റ് ഒരു അരമണിക്കൂറിനകം അവിടെ എത്താമെന്ന് പറയാൻ പറഞ്ഞു. പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇപ്പം തന്നെ ആൾ വേണം. അപ്പോൾ പ്ലാൻഡാണ്. നമ്മളെ വിളിക്കാതിരിക്കാൻ അവർ പകരം ആർട്ടിസ്റ്റിനെ കണ്ടെത്തിക്കഴിഞ്ഞു. ആ ആർട്ടിസ്റ്റിനെ എനിക്കറിയാം, ആർട്ടിസ്റ്റ് കാരണം എൻ്റെ കുറേ പടം പോയിട്ടുമുണ്ട്. അങ്ങനെ ചിലരുണ്ട് ഇങ്ങനെ, ആരെയാണ് വിളിച്ചിരിക്കുന്നത്, ഇന്നവരെയാണ് വിളിക്കാനിരിക്കുന്നത്, ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പം മമ്മൂക്കായുടെ മുന്നിൽ അവർ വിളിച്ചിട്ട് എടുത്തില്ല, അവർ കണ്ടില്ല, ഇങ്ങനെയായിരിക്കും പറയുന്നുണ്ടായിരിക്കും. അല്ലാണ്ട് നമുക്ക് ചാൻസ് കിട്ടാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. ഇങ്ങനെ ആരെങ്കിലൊക്കെ കളിച്ചത് മാറ്റിക്കളയുന്നു. പിന്നെ നമുക്ക് അവരൊന്നുമായിട്ട് വ്യക്തിപരമായിട്ട് കോണ്ടാക്ട് ചെയ്യുമോ അങ്ങനെയുള്ള ഒന്നും ചെയ്യാറില്ല. എങ്കിൽ പോലും പടം കിട്ടിയില്ല. അപ്പം എൻ്റെ ചേച്ചിയാണേലും, എൻ്റെ ചേച്ചിയാണ് ബിന്ദു രാമകൃഷ്ണൻ, അറിയാം. അപ്പം ചേച്ചി നേരെ അറിയാൻ സീബയിൽ നല്ല വേഷമാണ് ചേച്ചിക്ക് കിട്ടിയത്. ചേച്ചി ഓർത്തു അതോടുകൂടി ചേച്ചി രക്ഷപ്പെടുമെന്ന്. ഇല്ല, പിന്നെ പടം കിട്ടിയില്ല. അങ്ങനെ ചേച്ചിക്കൊരു നല്ല പടം കിട്ടിയിട്ടില്ല അതിന് ശേഷം. അതങ്ങനെയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചെന്നാൽ അറിയില്ല. ചേച്ചി ഒരു നല്ല അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. പക്ഷെ ചേച്ചിക്ക് കിട്ടിയിട്ടില്ല. എനിക്കും അതുപോലെ തന്നെ ലീല ചേച്ചി എല്ലാവരും സ്റ്റേറ്റ് അവാർഡ് 3-4 പ്രാവശ്യം മേടിച്ചവരാണ്. അവർക്കറിയില്ല. എൻ്റെ ചേച്ചീനെ അമ്മയിൽ പോലും എടുത്തില്ല ലീല ചേച്ചീനെ അമ്മയിലേക്ക് അപേക്ഷ കൊടുത്തിട്ട് എടുത്തില്ല. അതെന്താ എനിക്കറിയില്ല. ചേച്ചി കുറേ പടം ചെയ്താ സ്റ്റേറ്റ് അവാർഡിന്. ഇത്ര സിനിമ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഇത്ര സിനിമ വേണമെന്നല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആർക്കും. പക്ഷെ അതിനകത്ത് അധികം ഒന്നും സിനിമ ചെയ്യാത്തവരെ പോലും അതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണോ ഇതിനകത്തൊക്കെ ചില കളികൾ എല്ലായിടത്തും ഉണ്ടല്ലോ. അന്ന് ആദ്യമായിട്ട് ഇലക്ഷൻ്റെ സമയം വന്നപ്പോൾ കുറേ പേരെ കയറിയത് എനിക്കറിയാം. അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പക്ഷെ നമുക്കൊന്നും അത് അത്രയ്ക്കൊന്നും, ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയം ആയിട്ട് എനിക്ക് വലിയ പിടിപാടില്ല. ഇതിനകത്തെ വലിയ കളികളൊന്നും അറിയത്തില്ല. നമ്മൾ പൊതുവെ വിചാരിക്കും നായിക വേഷം അല്ലെങ്കിൽ നായിക വേഷത്തിന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളും ഒക്കെ നടക്കാന്ന്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഏതൊരു വേഷത്തിന്, സിനിമയുടെ ഭാഗമാകാൻ അതിനകത്ത് ഒരു ക്യാരക്ടർ റോളാണെങ്കിലും ഏത് വേഷത്തിനകത്തും ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലത്തെ കളികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കണം. അവർക്ക് അതിന് നേരെയില്ല. ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു 5 പടം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പടമെങ്കിലും ചെയ്യാത്തവർക്ക് കൊടുക്കണ്ടേ? കഴിവില്ലെങ്കിൽ ഇപ്പം നമ്മളെ ഉന്തി മരത്തെ കയറ്റാനൊന്നും പറ്റിയാലെന്നറിയാം. കഴിവുള്ളവരെ പരിഗണിക്കണ്ടേ? നമ്മളിപ്പോൾ അതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ആ വ്യക്തികൾക്ക് കൊടുത്തിട്ട് വേണ്ടേ? നമ്മളിപ്പോൾ പുതിയ ആളുകളെ വേണ്ടെന്നല്ല, പുതിയ ആളുകൾ എടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ഒരു പടം, വർഷത്തിൽ ഒരു പടമെങ്കിലും നമുക്ക് തരിക. അതൊരു എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നോർത്തുകൊണ്ടാണ് ഇവരൊക്കെ ഇരിക്കുന്നത്. അതായത് അവർക്ക് വർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ്? പിന്നെ കുറച്ച് വർഗീയത, ഇപ്പം ഈ പറഞ്ഞ പോലെ അവനവൻ്റെ ജാതിയിൽപ്പെട്ടവർക്ക് മാത്രം വേഷം കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്കത്ര വലിയ ഗ്യാങ്ങായിട്ട് വലിയ കണക്ഷനൊന്നും ഇല്ല ഇതിനകത്തെ കളികളെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. എന്നാണേലും
ഒരു നമ്മൾ അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടില്ല. ഞാനതുകൊണ്ട് നിരാശവതി അല്ല. കാരണം ഞാൻ ജീവിതത്തിനകത്ത് എന്തും ഈ നിമിഷം വരെ ഒരു 13 വയസ്സ് തൊട്ട് ഇപ്പോൾ ഈ പ്രായം വരെ ഞാൻ ഈ കല കൊണ്ട് മാത്രം ജീവിച്ചൊരു വ്യക്തിയാണ്. അതെ. അപ്പം കല എന്നെ സംരക്ഷിച്ചില്ലെന്നൊന്നും ഞാൻ പറയല. പക്ഷെ വേണ്ട അംഗീകാരങ്ങൾ ചില സമയത്ത് കിട്ടിയിട്ടില്ല അല്ലേ? അതൊരു വാസ്തവം തന്നെയാണ്. അപ്പൊ പിന്നെ എന്നാലും ഞാൻ ചിലരിങ്ങനെ ഞാൻ ഇന്റർവ്യൂ നടത്തിയല്ലാത്ത എന്നാന്ന് വെച്ചെന്നാൽ ഇന്റർവ്യൂവിൽ നമ്മൾ പറയുന്നതായിരിക്കുമല്ലോ ചിലപ്പോൾ വരുന്നത്. അതുപോലെ തന്നെ ചിലർ നമ്മൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ അത് തന്നെ വിളിച്ച് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ എനിക്ക് എൻ്റെ ചേച്ചിമാർ എല്ലാവരും ഇതിനകത്ത് വന്നതാണ്. ചേച്ചിമാരും ഉണ്ട്. അപ്പം നമുക്ക് കല എന്താണ്, അല്ലെ കലാകുടുംബമാണ്, ഇതുകൊണ്ട് മാത്രം ജീവിച്ചവരായതുകൊണ്ട് എനിക്ക് എൻ്റേതായ നമ്മുടെ ഈ ഫീൽഡിലുള്ളവർക്ക് ആർക്കും ഒരു ചീത്തപ്പേര് വരരുത്, മോശം വരരുത്, നമ്മൾ കാരണം എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ വരരുതെന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളിലും അങ്ങ് പുറകോട്ട് മാറും. ഇപ്പോൾ ആത്മ എന്ന് പറഞ്ഞൊരു സംഘടനയിൽ ഞാൻ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ആദ്യത്തെ 8 പേരിൽ ഒരാൾ ഞാനാണ് ആദ്യം എടുത്തത്. എന്നിട്ട് പോലും എൻ്റെ ഓപ്പറേഷന് ഒരു രൂപ സഹായിച്ചില്ല. പക്ഷേ അതിനകത്ത് നമ്മൾ ഇന്നപോലെ എനിക്ക് ഓപ്പറേഷനാണ് 2 വർക്ക് ചെയ്യുമായിരുന്നു. അവിടുന്ന് മാറുക എന്ന് പറഞ്ഞ് വൈകുന്നേരം ഒരു 7 മണിക്ക് ഒരു ആർട്ടിസ്റ്റാണ് കൊടുത്തത്. എൻ്റെ പേരിലൊരു അപേക്ഷ കൊടുത്തു. രാത്രി ഒരു 9:30 തൊട്ട് എന്നെ ആൾക്കാർ വിളിച്ച് ചോദിക്കാം. ഫേസ്ബുക്കിലൊക്കെ കിട്ടും. ഫേസ്ബുക്കിലിട്ട് ഭയങ്കരമായിട്ട് മോശം അങ്ങ് പറഞ്ഞു. നമ്മൾ ഉണ്ടാക്കിയ കാശ് മുഴുവൻ തോന്നിവാസം കളഞ്ഞു, പിന്നെ തോന്നിയ പോലെ ജീവിച്ചിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അനാഥയെപ്പോലെ പ്രൈവറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. തിരുവനന്തപുരം എറണാകുളത്ത് ഏതൊരു ആശുപത്രിയിൽ അനാഥയായിട്ട് കിടക്കുന്നു. മക്കൾക്കും വേണ്ട, കുടുംബത്തിനും വേണ്ട എന്നൊക്കെ പറഞ്ഞു. നമ്മളിത് ആരോടും അത് കഴിഞ്ഞിട്ട് പിന്നെ പലരും ചോദിച്ചു നല്ല പൈസ കിട്ടിയില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾ തന്നോ? നിങ്ങൾ ആരെങ്കിലും 10 രൂപ തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കാണിച്ചോളൂ. ഗൂഗിൾ പേ ആണല്ലോ ചെയ്യുന്നത്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചതാ. ഇങ്ങനത്തെ അനാവശ്യങ്ങൾ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ. അപ്പൊ നമ്മൾ അന്ന് കണ്ട ന്യൂസ് ഉണ്ടായിരുന്നു, പലതും വന്നിട്ടുണ്ട്. വളരെ ഗുരുതരാവസ്ഥ, മരണത്തിനോട് മല്ലടിക്കുന്നു, നടി ജോളി ഈശോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ. ഞാൻ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുകയാണ്. 10 ദിവസത്തെ ഡേറ്റ് കൊടുത്തിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്യാരക്ടർ ഞാൻ എൻ്റെ മകളുടെ വീട്ടിലേക്ക് പോകുന്നതായിട്ട് ആക്കുകയാണ് അവർ. എനിക്ക് സ്ട്രോക്ക് വന്നിട്ട് പോലും ഞാൻ ഇങ്ങനെ നടന്നു പോകാൻ പറഞ്ഞ് ഇങ്ങോട്ടൊക്കെ നടന്നു പോകും. അത്രയും അവശതയായിട്ട് പോലും ഞാൻ ആ വേഷം ചെയ്തു. അന്ന് 2 സീരിയൽ ചെയ്യുന്നുണ്ട് ഈ ഓപ്പറേഷൻ്റെ സമയത്ത്. ഒന്ന് സൂര്യയിൽ, ഒന്ന് ഏഷ്യാനെറ്റിൽ. അത് 2 കൂട്ടർക്കും അറിയാം. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്നെപ്പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. രാത്രി ഒരു ഒക്ടോബർ 27 തൊട്ട് പിന്നെ വന്നത് മുഴുവനും. അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ കണ്ടപ്പോൾ പേടിച്ചു. പിന്നെ രാത്രി വയ്യായിക വന്നു പെട്ടെന്ന് ഇങ്ങനെ ന്യൂസ് കാണുമ്പോൾ. കാരണം എൻ്റെ വാൽവ് ദ്രവിച്ചിരിക്കുകയാണ്. സംഭവം സത്യമാണ്. ഏത് നിമിഷം വീണ്ടും സ്ട്രോക്ക് വരാം. അതുകൊണ്ടാണ് പെട്ടെന്ന് സർജറി നടത്തിയത്. ഒരാളും നമ്മളെ സഹായിച്ചില്ലെന്നുള്ളത് പോട്ടെ, സഹായിച്ചില്ലെന്നുള്ളത് പിന്നെ വെളിയിൽ നിന്നൊക്കെയുള്ള കോൾസ് വന്ന് മടുത്തു പോകും. കാരണം ഇവരൊക്കെ വിളിച്ചിട്ട് എത്ര ലക്ഷം രൂപ വേണ്ടെന്ന് ചോദിക്കണം. പക്ഷെ ആരും 5 പൈസ ഒരാളും. എനിക്ക് 1-2 വ്യക്തികൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന 1-2 കുട്ടികൾ ചിലർ വിളിച്ച് പോലും ചോദിച്ചിട്ടില്ല. സെറ്റിൽ നിന്ന് പോന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പോലും ചോദിച്ചിട്ടില്ല. ചേച്ചിക്ക് ഇത്രയും സീനിയർ ആക്ടർ ആയിട്ട് പോലും. അത് എന്നോട് വേറൊരു കുട്ടി ചോദിച്ചു, നിങ്ങളെയൊക്കെ ഒരു കാര്യവും ഇല്ലാണ്ട് ഒരു സെറ്റിൽ നിന്ന് ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളോട് ഇങ്ങനെ ചെയ്യാമെങ്കിൽ പിന്നെ ഞങ്ങൾ തുടക്കക്കാരോട് പിന്നെ എങ്ങനെ ചെയ്യും? അതെ, ഞാൻ മറ്റേ സീത എന്ന് പറഞ്ഞൊരു സീരിയലായിരുന്നു. അതിൻ്റെ അകത്തൊരു കൺട്രോളറാണ്. ഡേറ്റേ തന്നിട്ടില്ല, ഡേറ്റ് തന്നിട്ടുമില്ല, ഒന്നുമില്ല. പെട്ടെന്ന് രാവിലെ വിളിച്ചിട്ട് ഇന്ന് വർക്കുണ്ട് എന്ന് പറയും. ഇന്ന് വർക്കുണ്ട്. എന്നിട്ടും ഞാൻ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിക്കാശ് തരാൻ കഴിയില്ല. പുള്ളിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. അയാൾ ഇപ്പോഴും ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അവസ്ഥ ഞാൻ ആലോചിക്കാറുമുണ്ട്. അവനാണ് എന്നെ ഒഴിവാക്കിയത്. അയാൾ എന്നെ ഒഴിവാക്കിയത്. എന്നിട്ട് ആ കഥാപാത്രം അടുത്ത് കൊടുത്ത ആർക്കാ? ഒരു യോഗ്യത ഇല്ലാത്തൊരു വ്യക്തിക്ക്. എൻ്റെ ചേച്ചീനെ ഒഴിവാക്കി. ചേച്ചിക്ക് സുഖമില്ലാണ്ട് ചേച്ചി ICUലായിരുന്നു. ചേച്ചിയോട് വിളിച്ചിട്ട് പറഞ്ഞെന്ന്, നാളെ വർക്കിന് വന്നില്ലെങ്കിൽ, ചേച്ചിക്ക് ഡേറ്റ് കൊടുത്തിട്ടില്ല, നാളെ നിങ്ങൾ വർക്കിന് വന്നില്ല, നിങ്ങളെ ഞാൻ മാറ്റി ചിന്തിക്കും എന്ന് പറഞ്ഞു. അതെന്നോട് പറഞ്ഞു ഇയാൾ. നിങ്ങളുടെ ചേട്ടത്തിനെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഡേറ്റ് തന്നില്ലെങ്കിൽ ഞാൻ മാറ്റി ചിന്തിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ നിങ്ങൾ മാറ്റി ചിന്തിച്ചോളാം ധൈര്യമായിട്ട് പറഞ്ഞേനെ. കാരണം
ചേച്ചി അത്ര വലിയൊരു രോഗത്തിൻ്റെ അടിമയല്ല. പിന്നെ അത്യാവശ്യം ചേച്ചിയുടെ മക്കൾക്ക് 2 പേർക്കും, 2 ആൺപിള്ളേർ 2 പേർക്കും ജോലിയുണ്ട്. വലിയ പ്രാരാബ്ധക്കാരിയല്ല. ചേച്ചിക്ക് ഇത് വേണമെങ്കിൽ വേണ്ടാന്ന് തന്നെ വയ്ക്കാം. പക്ഷെ അയാൾ ചേച്ചീനെ ഒഴിവാക്കി, എന്നെ ഒഴിവാക്കി ചേച്ചീനെ ഒഴിവാക്കി, 2 പേരും ഒഴിവാക്കി. അപ്പം ചേച്ചിക്ക് ഇങ്ങനത്തെ ഇത് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് അല്ലേ ഇതിനിടയിൽ കടന്ന് ഇങ്ങനെ കളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മനസ്സിലാവുമ്പോ ചേച്ചിക്കൊക്കെ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, സീനിയർ ആരോട് പറയണം? ഡയറക്ടേഴ്സിന്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞൂടെ? ഈ ഡയറക്ടർ ഞാൻ ചോദിക്കുന്നത് പ്രൊഡക്ഷൻ കമ്പനിയിൽ പറഞ്ഞൂടെ? അതിപ്പോൾ കൊച്ചി ചോദിച്ചപ്പോഴാണ് ഞാൻ ആലോചിക്കണം. ഞാനത് ചിന്തിച്ചിട്ടില്ല. ആ ഡയറക്ടർമാർ പിന്നെ നമ്മൾ ഒരു വർക്കിനും വിളിച്ചിട്ടുമില്ല. കാരണം ഇവരെന്താണ് പറഞ്ഞു കൊടുത്തിരിക്കണേന്ന് നമുക്കറിയില്ലല്ലോ. അത് ചേച്ചിക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് തിരുത്താനായിട്ടും ഒന്നും ശ്രമിച്ചിട്ടില്ല? ഇല്ല, ശ്രമിച്ചിട്ടില്ല. അത് തെറ്റായിപ്പോയി അല്ലേ? തെറ്റായിപ്പോയി, ശരിയാണ്. ഇപ്പൊ കുട്ടി പറഞ്ഞപ്പോൾ എനിക്കത് തോന്നുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് തിരുത്തണമായിരുന്നു ചേച്ചി. കാരണം ചേച്ചിനെ കുറിച്ച് വെറുതെ എന്താണ് അപ്പുറത്തെ സൈഡിൽ പോയി പറഞ്ഞിരിക്കണേ നമുക്കറിയില്ല. ഞാൻ വിളിച്ചപ്പോൾ ജോളി ചേച്ചി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ വേറെ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ അപ്പുറം പോയി പറഞ്ഞിട്ടുണ്ടാവുക. ആയിരിക്കും. വെറുതെ തെറ്റിദ്ധരിക്കപ്പെടുകയല്ലേ? കാരണം വീണ്ടും ഒരിക്കൽ പോലും ആ ഡയറക്ടർമാർ നമ്മൾ ഒരു പ്രോജക്റ്റിന് വിളിച്ചു. അപ്പൊ ചിന്തിക്കേണ്ടിയിരുന്നു, ചേച്ചി ചോദിക്കണമായിരുന്നു. അറ്റ്ലീസ്റ്റ് ചേച്ചിക്കൊക്കെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാ. മോനെ എന്നെ ഇങ്ങനെ വിളിച്ചിരുന്നു, ഇതൊക്കെയാണ് സംഭവം, ഞാൻ ഇങ്ങനെ സംസാരിച്ചു, ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ സത്യാവസ്ഥ ചേച്ചിക്ക് അവിടെ ധരിപ്പിക്കായിരുന്നു. അപ്പം ഇപ്പൊ ഒരു പ്രോജക്റ്റ് ഞാൻ ഒരു 3 വർഷം ആകാറായി അത് ചെയ്യുവാണ്. 1000 മേളിൽ എപ്പിസോഡായി. അപ്പോൾ അതിനും ഇതുപോലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സർജറി കഴിഞ്ഞിരിക്കുവാണ്. അന്നേരം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സർജറി കഴിഞ്ഞിരിക്കുവാണെന്ന് പറഞ്ഞു ചേച്ചി കുഴപ്പമില്ല, ചേച്ചി ജോയിൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കണം ചാനലിൽ. സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചേച്ചി 10-75 ദിവസം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ചെന്നു. ആ കൺട്രോളർ പറഞ്ഞു അങ്ങനത്തെ നല്ല മനുഷ്യരുണ്ട്, എന്നെ വിളിച്ച് അവിടെ ചെന്നു. ഞാൻ വർക്ക് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് വീണിട്ട് എൻ്റെ കൈ സ്റ്റക്കായിപ്പോയി. കൈ ഇങ്ങനെ പോലും വരികയില്ലാത്ത പരുവത്തിലായിപ്പോയി. അപ്പോൾ ഷൂട്ടിൻ്റെ ഡേറ്റ് ആവുന്നു. അപ്പോൾ ഞാൻ ഡയറക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഷൂട്ടാണ്, ഡേറ്റ് 9-ാം തീയതി തൊട്ട് എനിക്ക് 3-ാം തീയതി സംഭവിക്കുന്നു. 6-ാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി പറ്റില്ല. അപ്പോൾ ഈ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഹെവിയാണ് ഇപ്രാവശ്യത്തെ ഷൂട്ടെല്ലാം, ചേച്ചി കാവടി ആടുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഇന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു മോനെ എനിക്കിങ്ങനെ അത് ചെയ്യാൻ എൻ്റെ കൈ പൊങ്ങില്ല. അങ്ങനെ ഡയറക്ടറോട് പറഞ്ഞില്ല. അതാണ് ഈ പറഞ്ഞത് നമ്മുടെ അബദ്ധം. ഞാൻ അന്നേരം തന്നെ കൺട്രോളറെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇന്നപോലെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേറെ ആളെ വിളിക്കാൻ നോക്കൂ, കുഴപ്പമില്ല, ഡേറ്റ് ഉണ്ടല്ലോ, സമയമുണ്ട്, ആരെങ്കിലും വിളിക്കും, ഞാൻ വേണമെങ്കിൽ ഞാൻ ആരെയെങ്കിലും. കാരണം പെട്ടെന്ന് നമ്മൾ ഇട്ടേച്ച് പോകുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ കിട്ടണമെങ്കിൽ പാടാണ്, സാമ്പത്തികം കൂടുതൽ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു അതില്ലാത്ത ഒരാളെ, അഭിനയിക്കുന്ന ഒരാളെ ഞാൻ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരാലോചിച്ചിട്ട് പറഞ്ഞു ചേച്ചി മാറണ്ട, ചേച്ചിനെ മാറ്റുന്നില്ല, ചേച്ചി തൽക്കാലത്തേക്ക് ഞങ്ങൾ ചേച്ചിക്ക് ഒരു അനീതി ചെയ്തെടുത്തിന് എന്തെങ്കിലും ഉണ്ടാക്കുക, എന്നിട്ട് വന്നിട്ട് അവരഭിനയിക്കട്ടെ, അപ്പോൾ ചേച്ചിക്ക് സൈഡ് അപ്പോഴും ഞാൻ വേണം. അപ്പോൾ ഞാൻ ചെന്നു കട്ടിലേ കിടക്കുന്നതായിട്ടൊക്കെ വീണായിട്ടൊക്കെ സീൻ എടുത്തു. അപ്പോൾ ഈ ഡയറക്ടർ വെച്ച് ഞാനിവിടെ ഇല്ലേ ചേച്ചിനെ അങ്ങനെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ചെയ്യില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അറിയാം പുതിയൊരു ഡയറക്ടർ വന്നു. ആ ഡയറക്ടർ വിട്ട് അടുത്ത ഡയറക്ടർ വന്നപ്പോൾ ഒരു ദിവസം ഈ കൺട്രോളർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി വല്ല പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രശ്നം പറഞ്ഞു ചേച്ചിക്ക് തീരെ സുഖമില്ലെന്നും അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഇത്രയും കാലമായിട്ട് അസുഖം വന്നിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയില്ല, എല്ലാവർക്കും വരാറില്ലേ, എല്ലാവർക്കും അസുഖം വരാറുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ഈ ഷൂട്ട് കഴിഞ്ഞു ചിലപ്പോൾ വീട്ടിലെത്തി കഴിയുമ്പോഴായിരിക്കും അതിൽ പനിയോ എന്തെങ്കിലുമൊക്കെ വരുന്നത്. അല്ലാതെ എനിക്ക് ആ സെറ്റിൽ വെച്ച് ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചേച്ചിക്ക് തീരെ വയ്യ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ ആളെ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രതികരിച്ചു. കാരണം എൻ്റെ സീൻ തീർന്നാൽ പറയില്ല, നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് നമ്മളോട് പറയല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പം ഞാൻ അന്നേരമാണ് അത് നോട്ട് ചെയ്തു. മനഃപൂർവ്വം പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. അപ്പം ഞാനതിന് കംപ്ലയിൻറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇന്ന പോലൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഭക്ഷണം 2-2:45 ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കണ്ടേ, നമ്മൾ അടിമകളൊന്നും അല്ലല്ലോ. 12 മണിക്ക് നമ്മുടെ സീൻ തീർന്നു വെച്ചിരിക്കുന്നു, 2:45 നമ്മളോട് ഭക്ഷണം കഴിക്കാൻ പറയുന്നില്ല. നമ്മുടെ കൂടെയുള്ള നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ഒരാൾ തല ഇറങ്ങി വീഴാൻ തുടങ്ങുന്നു. അപ്പം നമ്മൾ എന്ന് ചോദിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ടെന്ന് വെച്ചപ്പോൾ കഴിച്ചോ,
എന്ന് പറയുമ്പോൾ ഈ കുട്ടി ഞാൻ പറഞ്ഞു ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എനിക്കല്ല, കോംബോ ഓഫറൊന്നുമില്ല. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവരിപ്പോൾ ഒരു വർക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇവരാണോ ദൈവം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തു. കാരണം ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നമ്മളുടെ അടുത്ത് ഇതാണ് പെരുമാറുന്നെങ്കിൽ മറ്റുള്ള കുട്ടികൾ എന്തായിരിക്കും? ഇവരുടെ അടുത്ത് സൂപ്പിച്ച് നിർത്തുന്നവരുടെ അടുത്ത് മാത്രം മര്യാദ കാണിക്കുക. ചേച്ചി, അതുപോലെ തന്നെ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജോളി ഈശോ എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ പലരും ലാസ്റ്റ് മിനിറ്റ് വേറെ ആർക്കെങ്കിലും വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും. എന്നിട്ട് അവർ എന്തെങ്കിലും വരാൻ പറ്റായിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് പലപ്പോഴും ചേച്ചീനെ വിളിച്ചിട്ടുണ്ട്. അത് നമുക്ക് ജോളിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ജോളി ചേച്ചി വന്ന് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഏതെങ്കിലും ഒരു സിനിമയുടെ ഒരു ചെറിയൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരിക്കും, ജസ്റ്റ് ഒരു ഒറ്റ സീൻ, അങ്ങനെ ഒരു കോള് വന്നപ്പോഴും ചേച്ചി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതൊക്കെ ചേച്ചി പോയി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പലപ്പോഴും സിനിമയുടെ ഭാഗമായിട്ടും ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയും ചേച്ചി കൂടെ നിന്നിരിക്കുന്ന ഒരാളാണ്. ചേച്ചിയുടെ തുടക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചേച്ചി നാടകത്തിലൂടെയാണ് തുടങ്ങിയത്. അത് തന്നെ ചേച്ചിക്ക് വേണ്ടി വെച്ചിരുന്ന കഥാപാത്രത്തെ മാറ്റി അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ചേച്ചിയുടെ തുടക്കം തന്നെ. ആ ഒരു തുടക്കം സിനിമയിൽ ഉടനീളം ഒരുപാട് കഥാപാത്രങ്ങൾ മാറി അവിടെ ജോളി ചേച്ചി വന്നിട്ടുണ്ട്. എന്താ ചേച്ചി ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ആ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് ചേച്ചി പലയിടത്തും പകരക്കാരി എനിക്ക് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിട്ടാണ് ഞാൻ പോയി ചെയ്തിട്ടുള്ളത്. അപ്പം ചില കുട്ടികൾക്ക് സുഖമില്ലാഞ്ഞിട്ടായിരിക്കും. അപ്പം എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇന്ന വേഷം ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീരിയൽ അല്ലെങ്കിൽ സിനിമ ഷൂട്ട് തുടങ്ങിയതാണ്, ഇന്നാളത്തേക്ക് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും ആരിട്ടേച്ച് പോയതാണ്, ആരാണ്? അന്നേരം പറഞ്ഞു അത് അല്ല അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു അല്ല പറ ആരാ. അപ്പോൾ ഇന്ന ആളാന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യും. ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ തക്കതായ കാരണങ്ങളില്ലാതെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്കറിയാലോ കുഴപ്പമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോയി ചെയ്യാറുള്ളൂ. ഒരിക്കലും ഞാൻ ഒരു ആർട്ടിസ്റ്റിനോട് ചോദിക്കാതെ ഞാൻ പോയി ചെയ്തിട്ടില്ല. ആണോ? ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് ആ മര്യാദ 1-2 പേര് കാണിച്ചിട്ടുണ്ട്. എന്നെ ഒഴിവാക്കിയിട്ട് വേഷം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ കുറേ എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകൾ മാത്രം, അല്ലാത്തവർ വളരെ ഭംഗിയായിട്ട് പോയി ചെയ്ത് ചെഞ്ഞ് പോരത്തുള്ളൂ. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ചിലർ ഞാൻ പൈസ കൂടുതൽ ചോദിച്ചെന്ന് പറയാറുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മിക്ക സെറ്റിലും ചോദിച്ചാൽ അറിയാം, ഞാൻ ഒരിക്കലും പൈസയുടെ കാര്യം പറഞ്ഞ് അവിടെ കിടന്നോട് വഴക്കുണ്ടാക്കാറില്ല. പൈസ ഇങ്ങനെ ചോദിക്കാറില്ല, കൂടുതൽ ചോദിക്കാറില്ല. ഞാൻ ആദ്യമായിട്ടൊരു പടത്തിന് പൈസ കൂടുതലല്ല, മോഹൻലാലിൻ്റെ പടം, ജോഷി സാറിൻ്റെ പടം, എനിക്ക് അന്ന് ഭയങ്കര പ്രാരാബ്ധമാണ്. ഇങ്ങനെ 2 പിള്ളേരെ പഠിപ്പിക്കണം, വാടക കൊടുക്കണം, അങ്ങനെ പല പല പ്രശ്നങ്ങൾ, മരുന്ന് മേടിക്കണം. അങ്ങനെ സീരിയലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ജോഷി സാറിൻ്റെ പടം പ്രജ, അതിനെന്നെ വിളിക്കുവാണ്. അപ്പോൾ എന്നെ കൺട്രോളർ വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര കൺട്രോളറാണ്, ഭയങ്കര പുള്ളി 7 ആർട്സ് മോഹൻ എന്ന് പറയും. പുള്ളി എന്നെ കാണുമ്പോഴേ ഇപ്പോൾ ചിരിക്കും. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചു, ജോളീശോ ഞാൻ 7 ആർട്സ് മോഹനാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇന്ന പോലെ ഇങ്ങനെ ഒരു മോഹൻലാലാണ് കോമ്പിനേഷൻ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, രഞ്ജിത്ത് പണിക്കർ. ഞാൻ അപ്പോൾ ഇപ്പോൾ ഒരു 3 ദിവസത്തെ വർക്കുണ്ട്. ഇപ്പോൾ നാളെ കഴിഞ്ഞോട്ടൊരു 3 ദിവസം വർക്ക്, അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണെന്നുള്ളത് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ എമൗണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു ആരുടെ പടമാണെങ്കിലും എനിക്ക് പ്രശ്നമല്ല, എനിക്കൊരു ദിവസം ഇത്ര രൂപ വെച്ച് തരണം. വളരെ തുച്ഛമായ തുകയാണ്, ചിലപ്പോൾ അവരത് കൂടുതലായിരിക്കും തരാനിരുന്നത്. പക്ഷേ എൻ്റെ വിവരമില്ലായ്മ കൊണ്ട് എനിക്ക്, കാരണം അന്ന് ഞാൻ സീരിയലിന് ചോദിക്കുന്ന പൈസ അത് പിന്നെ അത് പോയിട്ട് 15 ദിവസത്തോളം ഞാൻ ആ വർക്ക് ചെയ്തു. 15 ദിവസം ഞാൻ ആ പടം ചെയ്തു. അപ്പോൾ അതിപ്പോഴും ആൾക്കാർ ആ കഥാപാത്രത്തെക്കുറിച്ച്, ശോഭന ജോർജ് കുഞ്ഞുമോൾ MLA, അപ്പോൾ ഇപ്പോഴും ആളുകൾക്ക്, പ്രത്യേകിച്ച് എനിക്ക് ഇതുപോലെ തന്നെ ഒരു പോലീസ് ഓഫീസർ കൊറോണ സമയത്ത് ഞാൻ മരുന്ന് മേടിക്കാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, മരുന്നൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടു തന്നെയല്ലോ. ഒരു പോലീസുകാരൻ ഭയങ്കരമായിട്ട് ചാടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിക്കൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഇറങ്ങിയതാ, ഇച്ചിരി മരുന്ന് മേടിക്കാനുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇറങ്ങി എന്നുള്ളതേ ഉള്ളൂ. അന്നേരം പറഞ്ഞു അത് സാറിൻ്റെ അടുത്ത് വന്നിട്ട് വിടണമെങ്കിൽ സാറിൻ്റെ അടുത്ത് എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ചെന്നു. പുള്ളി വലിയൊരു ഓഫീസറാണ് അവിടെ നിൽക്കുന്നു. പുള്ളി പറഞ്ഞു ഒന്ന് മാസ്ക് മാറ്റാവോ? ഞാൻ പെട്ടെന്ന് മാസ്ക് എത്തുന്നില്ല. പുള്ളി ഒരിട്ട ചിരിയാണ് ചിരിച്ചത്, ചെറുപ്പക്കാരനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അയ്യോ ഇത് കുഞ്ഞുമോൾ MLA അല്ലേ? എൻ്റെ ചോദിച്ച ഭാഷ അതാണ്. എത്ര വർഷമായി? പുള്ളി അപ്പം തന്നെ മൊബൈൽ എടുത്ത് ഇത് ഏത് വർഷത്തിലാണ് ഈ പടം എനിക്കറിയത്തില്ല,
എനിക്കറിയത്തില്ല ഏത് വർഷമാണ് ഈ പടം വന്നതെന്നൊന്നും. കാരണം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും, അയ്യോ എനിക്ക് ജോഷി സാറിൻ്റെ അപ്പോൾ അന്ന് എനിക്ക് വലിയ സന്തോഷം തോന്നി. പുള്ളി ഇങ്ങോട്ട് ഡേറ്റും ഒക്കെ പറഞ്ഞ് വർഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നി, ഈ കൺട്രോളർ എന്നോട് പറഞ്ഞു, ആദ്യമായിട്ടാണ് ജോഷി സാറിൻ്റെ പടം, മോഹൻലാലിൻ്റെ പടം ഇന്ന കമ്പനിയുടെ ഇന്ന ആൾ പറഞ്ഞിട്ട് വിളിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ അതൊന്നും വിഷയമല്ല, എനിക്ക് ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മോളൊക്കെ പഠിക്കുകയാണ്, എനിക്ക് പൈസ അത്യാവശ്യമാണ്. ഇതിന് മുൻപ് 5 ദിവസത്തെ വർക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് 35 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴും ചിലരെ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പോന്നു, എനിക്ക് സീരിയലിൻ്റെ ഡേറ്റ് ഉള്ളതുകൊണ്ട്. കാരണം ഇവർ ഈ പറഞ്ഞ ദിവസത്തെ അത്രയും ദിവസത്തെ പൈസ തരുള്ളൂ, പിന്നെ തരികയില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അന്നൊക്കെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അല്ലാണ്ടൊന്നും ഞാൻ അങ്ങനെ പൈസ അങ്ങനെ കടംപിടുത്തം പിടിച്ച് മേടിക്കുകയോ ഒന്നും ചെയ്യല. പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്, ഒരാൾ അവർക്ക് എന്തെങ്കിലും വയ്യാഴികയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം കാരണമാണ് മാറിയതെങ്കിൽ എനിക്ക് കിട്ടുന്നതിൽ നിന്നൊരു പങ്ക് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആണോ? ആ, ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം അവർ കാരണമല്ലേ എനിക്കത് കിട്ടിയത്. അവരെ പ്രാക്ക് അവർ അറിഞ്ഞു തന്നെ തന്നതാണ്. പക്ഷേ ഒന്നുകിൽ അവർക്ക് വെളിയിലേക്ക് വല്ലതും പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളായിരിക്കും. അപ്പോൾ അവർ ഇല്ല ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴാണ്. അപ്പം ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വിളിക്കുമ്പോൾ ചെറിയ വേഷമാണോ വലിയ വേഷമാണോ ചിന്തിച്ചിട്ടല്ല, കുഴപ്പമില്ലാത്തൊരു നല്ല ഡയറക്ടറാണ്, നല്ല കമ്പനിയാണെങ്കിൽ പോയി വർക്ക് ചെയ്യണം. കാരണം നമ്മുടെ യോഗം കൊണ്ട് ചിലപ്പോൾ അത് ഡെവലപ്പായി ചെയ്ത് പോകാം. എനിക്ക് പരസ്പരം എന്ന് പറഞ്ഞൊരു സീരിയലിനകത്ത് ഒരു നടി ഇട്ടിട്ട് വേഷം കൊള്ളിയല്ലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയൊരു വേഷം ഞാൻ ചെയ്ത് ഇന്നും എന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് അത് ഹിറ്റായിപ്പോയി ആ ക്യാരക്ടർ. അവരത് എനിക്ക് ചെറിയ വേഷം വേണ്ടാന്ന് പറഞ്ഞ് പോയതാ. അപ്പം എന്നെ വിളിച്ചപ്പോൾ വളരെ ദുഃഖമായിട്ട് പറഞ്ഞിട്ടാണ്, അയ്യോ ചെറിയ വേഷം, ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പൈസ തന്നു, ഞാൻ പോയി ചെയ്തു. പക്ഷേ ആ ട്രാക്ക് പിന്നെ അങ്ങ് പോയി. നല്ലൊരു കഥാപാത്രമായിട്ട് ഒത്തിരി എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമ്മുടെ ഭാഗ്യമാണത്. അപ്പം ഞാൻ പറയും, നിങ്ങളൊരു പൈസ പറ, ആ പൈസയ്ക്ക് പിന്നെ ചില ഡയറക്ടേഴ്സാണ് ഞാൻ പറയും, ആ കമ്പനിയുടെ അല്ലേ എന്നെ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോയ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഒരു വർക്കിന് അവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ നിങ്ങളെന്താണോ ഇത്രയും വർഷമായി നിങ്ങൾക്ക് എന്താണ് എനിക്ക് തരാനായിട്ട്, എന്തെങ്കിലും പൈസ കൂട്ടിത്തരാൻ തോന്നുന്നുണ്ടെങ്കിൽ തന്നാൽ മതി. കാരണം എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാല് ചവിട്ടാനുള്ള ഒരു അവസരം തന്ന ഈ കമ്പനിയാണ്. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ എൻ്റെ മനസ്സിനകത്ത് ഞാൻ ഭയങ്കരമായിട്ട് അവരെ സ്ഥാനം കൊടുക്കാറുണ്ട്. കാരണം അവർ കാരണമല്ലേ എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അത് ചിന്തിക്കാറുണ്ട്. പിന്നെ അതിനകത്തൊന്നും ദോഷമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഇപ്പോൾ ഒരേപോലെ അല്ലല്ലോ, ഒരേപോലെ അല്ല. ഈ സൂപ്പർ താരങ്ങളോട് ഒരുപാട് എത്രയോ പേരോട് ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ചേച്ചി? എല്ലാവരും, എനിക്ക് ഒരിക്കലും ഒരു ശ്വാസം മുട്ടുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആകെ മോഹൻലാലിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തപ്പോൾ മോഹൻലാൽ ഇങ്ങനെ ഭയങ്കര കമൻറ്റ് പാസ്സാക്കും ഭയങ്കരമായിട്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് സ്ഫടികം, അന്നൊക്കെ ഞാൻ വളരെ ചെറുപ്പമാണ്. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കമൻ്റ് അടിക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്, ചെറുപ്പം കൂടിയല്ലേ, നമുക്കൊരു വല്ലാത്തൊരു, ഞാനാകെ നിന്നുകൊണ്ട് വേർക്കും. പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ താനും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചേച്ചിയുടെ കൂടെയൊക്കെ മോഹൻലാൽ ഒത്തിരി പടമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രജ ചെയ്തപ്പോൾ ഞാൻ ലാലേട്ടനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ജോളി എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ കളിയാക്കും, നിരന്തരം നമ്മൾ കളിയാക്കും. അപ്പോൾ ലാസ്റ്റ് ഇതെടുക്കുകയാണ്. അന്നേരം ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു, വനിതയിലൊക്കെ വന്നു, അത് ഇന്ത്യ ടുഡേയിലൊക്കെ വന്നു. അപ്പോൾ ഞാൻ അതൊന്നും സൂക്ഷിച്ച് വെച്ചില്ല, അത് വേറെ കാര്യം. അപ്പോൾ എന്നോട് ഇങ്ങനെ ലാലേട്ടൻ ചോദിച്ചു, എന്താ ജോളി എന്താ പ്രശ്നമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ടൻ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം, കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്, കുട്ടികളൊക്കെ ഉള്ളതാണ്, പ്രായമുണ്ട്. എങ്കിൽ പോലും ഞാൻ ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പാസ്സാക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് അപ്സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ കുട്ടികൾക്ക് എത്രത്തോളം അത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മളെടുത്ത് കുറച്ച് ഫ്രീ ആകാതെ അവരെ അങ്ങനെ അങ്ങിട്ട് പറയരുത്. എനിക്ക് അങ്ങനെ ഒരു അപേക്ഷയുണ്ട്. കാരണം ഞാൻ ഒരുമാതിരിപ്പെട്ട ഒന്നും അങ്ങനെ കുലുങ്ങുന്ന കൂട്ടത്തിലല്ല. എനിക്ക് അങ്ങനെയൊന്നും പ്രശ്നമില്ല, പുതിയൊരാളാന്നുള്ള പേടിയൊന്നുമില്ല. പക്ഷേ എന്നിട്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഒരു പുതിയ കുട്ടിയുടെ അടുത്ത് അങ്ങനെ പറയരുത്. അവർ കുറച്ചൊന്നായതിന് ശേഷം അതൊന്ന് അയ്യോ ജോളി സോറി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു, അല്ലാണ്ട് ആരും നമ്മളുടെ അടുത്ത് ഒരു മര്യാദ ഇല്ലാത്ത രീതി പെരുമാറുമോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഞാൻ എവിടെ ചെന്നാലും എനിക്ക് വേണ്ട ഒരു സീറ്റ് തരാറുണ്ട്.
ചേച്ചിക്ക് അതെങ്ങനെയാ അത് പറയാനുള്ള ഒരു ധൈര്യം? സാധാരണ ആർക്കും ആ ഒരു, കാരണം ഇവരൊക്കെ ലാലേട്ടനൊക്കെ സൂപ്പർ താരങ്ങളാണ്. അവരുടെ ഇതെടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് ഇനി അടുത്ത സിനിമ ചാൻസ് അല്ല, കിട്ടാതിരിക്കുമോ? എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. ഇല്ല. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയുള്ള പേടിയില്ല. അതുപോലെ തന്നെ ഒരു വേഷം എനിക്ക് തന്നിട്ട് ആദ്യമായിട്ട് ഞാനൊരു ഒരു ഒരു കഥാപാത്രം ചെയ്തപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുമോ? കാരണം വിദ്യാമ്മ ഓപ്പോസിറ്റ്, രതീഷ് ഏട്ടൻ ഓപ്പോസിറ്റ്. പക്ഷേ ഞാൻ ചെന്നൊരു സീൻ തന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനിത് ചെയ്താൽ ശരിയാവുമോ? എനിക്ക് അത്രയും പറ്റുമോ? ഇത്രയും റേഞ്ചിലുള്ളൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, യോളി ചേച്ചി നമുക്ക് ചെയ്തു നോക്കാം. കാരണം എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. പക്ഷെ ഒരു സീൻ എടുത്തു, രണ്ടാമത്തെ സീനായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം വന്നു. ഞാനത് ത്രൂ ആയിട്ട് ആ വേഷം ചെയ്തു. നല്ല കഥാപാത്രമായിരുന്നു. വേനൽ മഴ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഹിറ്റായിരുന്നു സൂര്യയുടെ. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ണാടി ഉപയോഗിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ കണ്ണാടി പറഞ്ഞു, കണ്ണാടി ഉപയോഗിക്കണം അതിനകത്ത്. അപ്പോൾ ഇച്ചിരി കാശാരിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കണ്ണാടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചട്ടയും മുണ്ടുക. അപ്പോൾ ഈ കണ്ണാടി വെച്ചിട്ട് കുറേ സീൻ എടുത്തു. കുറേ സീൻ എടുത്തിട്ട് എനിക്ക് കാണാനേ സമയം കിട്ടുന്നില്ല. ഈ സീരിയൽ കാണുന്നില്ല. പക്ഷെ എപ്പോഴും ഞാനിങ്ങനെ ഈ കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ണാടി കയറ്റി വെക്കുന്നത്. അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണോ കണ്ണാടി കയറ്റി വെക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ കണ്ണാടി എപ്പോഴും ഇങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെയല്ലേ കയറ്റി വെക്കുന്നത്, ഞാൻ ഇങ്ങനെയോ ഒക്കെ കയറ്റി വെക്കുന്നത്, അത് അങ്ങനെയാ കുഴപ്പമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല അത് കണ്ടിന്യൂ ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. ആ കഥാപാത്രം തുടങ്ങിയപ്പോൾ തൊട്ട്, ചേച്ചി കണ്ണാടി വെച്ചപ്പോൾ തൊട്ട് ജോലി ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് ഞങ്ങളും ആലോചിച്ചു. സാറിന് ആരും അങ്ങനെ ചെയ്യാറില്ല, പിന്നെ എന്താ? അപ്പം ഞാനും പറഞ്ഞു, ഞാൻ എന്താ അങ്ങനെ ചെയ്യാറ്, ഞാൻ എന്താ ഇങ്ങനെ ചെയ്തത്? അപ്പോൾ സംഭവം എന്നാന്ന് ചെന്നാൽ, അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മുടെ ഉള്ളിൽ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ ആരെങ്കിലും ഒരാൾ കാണും. ആ ഒരു വ്യക്തിയായിരിക്കും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മളതല്ലല്ലോ. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വേഷം കിട്ടുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരാളെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യും. അത് അന്ന് എനിക്കത് മനസ്സിലായി, അങ്ങനെ ആയിരിക്കും. കാരണം എൻ്റെ അമ്മായിമ്മ ടീച്ചറാണ്. ഞാൻ അന്ന് എൻ്റെ അമ്മായിമ്മയോട് ഞാൻ പിന്നീട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അമ്മ എന്താ ഇങ്ങനെ കണ്ണാടി വെക്കണേ എന്ന് ചോദിച്ചു. കാരണം ജോലിയൊക്കെ ചെയ്യുമ്പോൾ, അതേ ജോലി വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിൽ ചോക്ക് കാണുമല്ലോ, ചോക്ക് പൗഡർ, അത് കയ്യിലുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ വെച്ച് ശീലമായി പോയത്. പക്ഷെ അമ്മയാണ് എൻ്റെ മുന്നിൽ ആ കഥാപാത്രം. അമ്മ നടക്കുന്ന പോലെയാണ് ഞാൻ അതിനകത്ത് ഭയങ്കര അഹങ്കാരം പിടിച്ച് ചട്ടയും മുണ്ടുമൊക്കെയാ. എൻ്റെ അമ്മായിമ്മ നടക്കുന്ന രീതിയിലാണ് ഞാൻ ആ കഥാപാത്രം ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അതായിരുന്നു എൻ്റെ ഉള്ളിൽ കണ്ടിരുന്നത്. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മളൊരു വേഷം ചെയ്യുമ്പോൾ നമ്മൾക്ക് ആരെങ്കിലും നമ്മുടെ മുന്നിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴത്തെ പുതിയ നടന്മാരോടും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവും ബഹുമാനവും ഒക്കെ തോന്നാറുണ്ട്. ഒന്നും വിളിച്ച് പറയാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ആരെങ്കിലും കണ്ട നല്ല വേഷമാണൊക്കെ ചെന്ന് വിളിച്ച് പറയും. സീരിയലിലൊക്കെ, സിനിമയിൽ അങ്ങനെ പറയാറില്ല. കാരണം പൃഥ്വിരാജ് അല്ലെങ്കിൽ കുഞ്ചാക്ക ബോബൻ അവരൊക്കെ വന്നതേ ഭയങ്കര സ്റ്റാൻഡേർഡിലാണ് അവർ ജനിച്ചു വളർന്നത്. എന്നിട്ട് ഈ ലോ ക്ലാസ് ആയിട്ടൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇല്ലേ? വെറും താറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ പാവാടയ്ക്കകത്തൊക്കെ എന്താണ് പുള്ളി കിടന്ന് കാണിക്കുന്നത്? പൃഥ്വിരാജൊക്കെ അവർ എന്തൊരു വലിയ കലാകാരാണ്. നമ്മൾ അവരെ കണ്ടു പഠിക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. അത്ര അവര് ബുദ്ധിയുള്ള പിള്ളേരാണ്, നല്ല കഴിവുള്ള പിള്ളേരാണ്. അപ്പൊ ഇപ്പത്തെ ഈ സിനിമകളിലേക്ക്, ഇപ്പൊ തന്നെ ചേച്ചി 13 കൊല്ലത്തോളം ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട്, അപ്പൊ ഇപ്പത്തെ സിനിമകളിലേക്കൊന്നും ചേച്ചിനെ വിളിക്കുന്നില്ല, ചേച്ചിക്ക് അതിന്റെ ഭാഗമാകാൻ പറ്റുന്നില്ല. പറഞ്ഞ പോലെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഇത്തരത്തിലുള്ള ആക്ടേഴ്സിന്റെ കൂടെ ഒന്നും അഭിനയിക്കാനും പറ്റുന്നില്ല. അതിന്റെ ഒരു വിഷമമുണ്ടോ? വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. ചില കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇതെനിക്ക് തരാമായിരുന്നു, ഇതെനിക്ക് ചെയ്യാമായിരുന്നു ഒക്കെ തോന്നിയിട്ടുണ്ട്. ഇതാരോട് പറയും ഇതാരോട് പറയും? ഇപ്പം സംഘടനയിൽ തന്നെ പല കാര്യങ്ങളിലും എനിക്ക് ഇപ്രാവശ്യം പോകുമ്പോൾ ഈ ബൈക്ക് സ്റ്റാൻഡർ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം. 1-2 പേരോട് ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നവരോട്. അപ്പോഴത്തേക്കും വിഷയമായി. കാരണം നമുക്കിപ്പോൾ ആശുപത്രി പോകുമ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം കൂടെ നിൽക്കാൻ ആളില്ല. ഇപ്പം എല്ലായിടത്തും അതല്ലേ, കൂടെ നിൽക്കാൻ ആളില്ല. ഇപ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. രാത്രി ഒരു 9:30 ആകുമ്പോഴാണ് എൻ്റെ മോള് വരുന്നത് എൻ്റെ അടുത്തേക്ക്. ബാക്കി പകൽ മുഴുവനും ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം എന്തെങ്കിലും കൂടി ഒന്നുണ്ടായാൽ കൊള്ളാമായിരുന്നുണ്ട്. പിന്നെ അത് ചേച്ചി അവതരിപ്പിച്ചോ? അല്ല, ഞാൻ അതിനകത്തുള്ള 1-2 പേരോട്, അപ്പോഴത്തേക്കും പ്രശ്നങ്ങളായില്ലേ.
പിന്നെ ഞാൻ എന്നാലും അതിനകത്ത് ഡോക്ടർ റോണിയൊക്കെ ഉണ്ട്, അവരോടൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പ്രശ്നങ്ങൾ തീർന്നു കഴിയുമ്പോൾ എനിക്ക് അസുഖം വന്നതിന് ശേഷമാണ് ഇപ്പോൾ അമ്മയിൽ ഒരു ആംബുലൻസ് ഉണ്ട്, ഒരു ഡോക്ടർ കാണും, ഒരു ഡ്രൈവർ, ഒരു ഡോക്ടർ, ഒരു നേഴ്സൊക്കെ അതിനകത്ത് ഇപ്പോൾ അന്ന് തൊട്ട് എനിക്ക് സുഖമില്ലാണ്ട് വന്ന അന്ന് തൊട്ട് അവിടെ നമ്മുടെ എവിടെയാണോ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് അവിടെ ഉണ്ട്. അത് ഞാൻ കാരണം ഇടയ്ക്ക് ഒരു വഴക്കൂടി ഒരു സെറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആ സെറ്റ് പറ്റത്തില്ല, എനിക്ക് അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അപ്പം എൻ്റെ സീനൊന്നും എടുത്തിട്ട്, കാരണം ചില അലർജി ആയിരിക്കും, പൊടി ഇൻഫെക്ഷൻ ആവും. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാവരും വിട്ടു, ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ ഇവിടെ. വൈകുന്നേരം വന്നവരെ പോലും സീൻ തീർന്നു, എന്നെ നിർത്തിയിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞോ? ഇല്ലില്ല ഇനി സീനുണ്ടെന്ന് പറഞ്ഞു. ഒരു 9 മണി വരെ ഞാൻ നിൽക്കാറില്ല. 9 മണിയായപ്പോൾ ഞാൻ വിളിച്ചു, ഇനി ഉണ്ട് ചേച്ചി, റെഡിയല്ലേ ചോദിച്ചു. അപ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്ത പോലെ തോന്നി. ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അതേ ഇനി കൂടി വന്നാൽ സമയമില്ലേ ചേച്ചി എന്ന് പറഞ്ഞാൽ സീൻ എടുക്കത്തില്ല, കുറേ നാളെ ഇത് ചെയ്യുക, ഇനി സമയമില്ലേ ചേച്ചി എന്ന് പറഞ്ഞാൽ സീൻ എടുക്കുകയില്ല. അതല്ലെങ്കിൽ അടുത്ത നിങ്ങൾ പറയാൻ പോണത് ചേച്ചി അത് ആ സീൻ വേണ്ടെന്ന് വെച്ചു. രണ്ടിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾ പറയാൻ പോണേ. 2 പറഞ്ഞാലും ദേ ഇന്ന് ഇവിടെ വെച്ച് ഈ പണി ഞാനങ്ങ് നിർത്തുക, നിങ്ങളുടെ ഈ സീരിയൽ ഞാൻ ഇനി ചെയ്യുന്നില്ല. കാരണം കുറേ പ്രാവശ്യമായി ഇത് സ്ഥിരം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ സീൻ മാത്രം ഇനിയുണ്ട് നിങ്ങൾക്ക് തോന്നുക, മറ്റുള്ളവരൊക്കെ തീർന്നു വരും, എൻ്റെ മാത്രം ഇനി എടുക്കാനുണ്ട്. കാരണം ഞാൻ നാളത്തെ ഡേറ്റൊക്കെ തന്നേക്കുന്ന, പക്ഷെ ഇന്ന് തന്നെ ഇത് എടുത്ത് തീർക്കണം. ലാസ്റ്റ് പാക്കപ്പ് ആകുമ്പോൾ ചേച്ചിയുടെ തീർന്നു കേട്ടോ എന്ന് പറഞ്ഞ് ഇന്നത് ചെയ്താൽ സീൻ എടുത്താലും സീൻ എടുത്തില്ലേലും 2 രീതിയിലാണെങ്കിലും ഇന്നത്തോണ്ട് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നു. വലിയ വിഷയമായിട്ടെന്ന് പറഞ്ഞു ചോദിച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് വന്ന് റെഡി ആയില്ലെന്ന് ചോദിച്ചു ഇവനോടല്ലേ ഞാൻ പറയണ്ടേ? കൺട്രോളറെ കണ്ടു പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഈ പണി ചേച്ചി ഞങ്ങളൊക്കെ ഇതുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരും ഈ ചേച്ചി ഈ വർക്ക് വേണ്ടെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ ഈ സീരിയൽ നിർത്തും. ഞാൻ പറഞ്ഞു അത് ഇതുകൊണ്ട് കൂടുതൽ അരി മേടിക്കുന്ന കൂടുതൽ അന്നം ഇതിൽ നിന്ന് കഴിക്കുന്ന ആൾ തീരുമാനിക്കണം അല്ലേ? ഇതുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളും കൂടി തീരുമാനിക്കണ്ടേ ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന്. ഞാൻ നിർത്തുവാണെങ്കിൽ ഈ സീരിയൽ നിർത്തുവർ എന്നെ ഇനി ആ ചേച്ചിയുടെ പോയിന് വേറൊരാളെ എടുക്കാൻ കഴിയില്ലെന്ന് പ്രൊഡ്യൂസർ പറയുമെന്ന് ഇവർക്ക് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ചെയ്യേണ്ട മര്യാദയില്ല, ഒരു സാമാന്യ മര്യാദ. ഞാൻ പറഞ്ഞു എന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കാശ് മേടിക്കുന്നൊരു വ്യക്തിയുണ്ട്, അവനെയും ബാധിക്കും, ബാക്കിയുള്ളവരെല്ലാവരെയും ബാധിക്കും. ഞാൻ ഇന്ന് വരെ ആരുടെ അന്നം മുട്ടിച്ചിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സോറി പറയണം. ഞാൻ അങ്ങേയറ്റം ചിരിച്ചു കളിച്ച് തമാശയായിട്ട് നിൽക്കാറ്. ഒരിക്കലും ഒരു വിലയും തരുന്നില്ല. ആ വില തന്നെ ഒരു മര്യാദയില്ല. അത് എവിടെയാണ് നമ്മൾ പ്രതികരിക്കല്ലേ? മനഃപൂർവ്വം നമ്മളെ മാത്രം അങ്ങനെ ചവിട്ടി തൂക്കാണ്ട് നിന്ന് കൊടുക്കണോ? ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ 2 ചെയ്താലും ഞാനില്ല. ലാസ്റ്റ് സീൻ എടുക്കാൻ വെച്ചിരിക്കേണ്ട ലാസ്റ്റാണ് എൻ്റെ സീൻ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനില്ല. ഇനി സീൻ എടുക്കാൻ സമയമില്ലെന്ന് പറഞ്ഞാലും ഞാനില്ല. ഇന്നത്തോണ്ട് ഞാൻ ഷൂട്ട് നിർത്തുക, സംഭവം തീരട്ടെ. അപ്പോൾ വന്നു എല്ലാവരുടെ കൂടി വിളിച്ചു, ചോദ്യമായി പ്രശ്നമായി. ഞാൻ പറഞ്ഞു ഞാൻ കാരണം ആരുടെ എന്നെ മുട്ടണ്ട, പക്ഷെ എനിക്ക് താല്പര്യമില്ല മേലിൽ ഇത് ആവർത്തിച്ചെന്നാൽ ഞാൻ പ്രതികരിക്കും. പിന്നീട് ആവർത്തിച്ചോ? ഇല്ല, അത് പറയേണ്ടത് നേരത്തെ പറഞ്ഞില്ലേ എന്തുകൊണ്ട് അവരെ അറിയിച്ചില്ല, എന്തുകൊണ്ട് ചോദിച്ചില്ല. ഇപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ പ്രായമാകുമ്പോഴാണ് തോന്നുന്നത് ഞാൻ ആ മര്യാദ കാണിച്ചിട്ട് കാര്യമില്ല, പറയേണ്ടടുത്ത് പറയണം. അപ്പം ഇനിയാണേലും നമ്മുടെ വാക്ക് കേട്ടിട്ട് പല കാര്യങ്ങൾക്കും പറയേണ്ടതാണെങ്കിൽ പറഞ്ഞിരിക്കും. എന്തൊക്കെ അനുഭവങ്ങൾ, എന്തൊക്കെ അല്ലേ ചേച്ചി? ഒരുപാട് അനുഭവങ്ങൾ, അതിലൂടെ കുറെ പാഠങ്ങൾ, ഇതെല്ലാം പഠിച്ചു. ചേച്ചിക്ക് പറയാൻ ഇനിയും ഉണ്ടാവും, ചേച്ചിയുടെ അടുത്ത് നമുക്ക് ചോദിക്കാൻ ഒരുപാടുണ്ട്, പറയാനും തീരാത്ത വണ്ണം ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ സമയപരിധി കാരണം ഇന്നത്തെ ഈ ഒരു കോൺവെർസേഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. വലിയ കുഴപ്പമില്ലാത്ത തന്നെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ചേച്ചി, ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇനിയും ഉണ്ട് ഒരുപാട് ചോദിക്കാൻ. നമുക്ക് അടുത്തൊരു ദിവസത്തെ വേറൊരു വിശേഷം കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ ഇത്ര സമയം ഞങ്ങൾക്ക് സമ്മാനിച്ച ചേച്ചിക്ക് ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം. അങ്ങനെയൊക്കെ ഉണ്ടോ? യെസ് ചേച്ചി, ഇത് ഗാർഡിയൻ ട്യൂട്ടറിന്റെ വക. അതായത് ഇപ്പൊ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ട്യൂഷൻ ഒക്കെ എടുക്കാനായിട്ട് ഒരുപാടുണ്ട്. അതേപോലത്തെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ഗാർഡിയന്റെ. അപ്പം ചേച്ചിക്ക് അവരുടെ വക ഒരു നല്ലൊരു സമ്മാനം. അപ്പൊ താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. ഇത്രയും നേരം നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ ഞാൻ ഒത്തിരി നാളായിട്ട് നിങ്ങളിട്ട് ബുദ്ധിമുട്ടിച്ചതാണ്. ഒത്തിരി നാളായിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു.
എന്തെങ്കിലും അബദ്ധങ്ങൾ പറഞ്ഞു പോയെങ്കിലോ എന്ന് എന്താണ് വലിയ കേടുപാടില്ലാണ്ട് തീർത്തു എന്നാണ് ഒന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ചേച്ചി ചേച്ചിയുടെ മനസ്സ് തുറന്നു, ചേച്ചിയുടെ അനുഭവങ്ങൾ ചേച്ചിയുടെ എല്ലാം ചേച്ചി തുറന്നു പറഞ്ഞു. ഇനി നമുക്ക് ദൈവം അനുഗ്രഹിച്ചാൽ എപ്പോഴെങ്കിലും കാണാം. തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും ഉണ്ട് നമുക്ക് ചോദിക്കാനും കാര്യങ്ങളും. ഇന്നത്തെ ഒരു കോൺവെർസേഷൻ മാത്രമാണ് ഇവിടെ കഴിഞ്ഞിരിക്കണേ. നമ്മൾ വീണ്ടും കാണും ചേച്ചി. താങ്ക് യു.